ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഇതുവരെ കപ്പ് നേടാത്ത പല ടീമുകളും ആദ്യ റൗണ്ടുകളിൽ മുന്നേറുമ്പോൾ ചാമ്പ്യന്മാരായ പല ടീമുകളും പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ തുടക്കം പ്രതീക്ഷിച്ചതുപോലെ ഗംഭീരമായിരുന്നില്ല. ആദ്യത്തെ 3 മത്സരത്തിൽ 2 മത്സരത്തിലും രാജസ്ഥാൻ തോറ്റിരുന്നു. എന്നാൽ 4ാം മത്സരത്തിൽ സഞ്ജു സാംസൺ നായകനായി തിരിച്ചു വന്നതോടെ രാജസ്ഥാൻ ശക്തമായ തിരിച്ചറിവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ സീസൺ സഞ്ജുവിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകവുമാണ്. T20 ലോകകപ്പ് വരാൻ പോവുകയാണ്. സഞ്ജു സാംസൺ നിലവിൽ T20 ടീമിന്റെ ഓപ്പണർ കൂടിയാണ്. എന്നാൽ ലോകകപ്പ് ടീമിൽ സഞ്ജുവിന് സീറ്റ് ഉറപ്പുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ സഞ്ജുവിന് T20 ലോകകപ്പ് ടീമിൽ സീറ്റ് ഉറപ്പിക്കാനും നായകസ്ഥാനത്തേക്ക് ഉയരാനും ഇത്തവണ IPL മിന്നിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ്. ബാറ്റ്സ്മാനായി മാത്രമല്ല ക്യാപ്റ്റൻ എന്ന നിലയിലും വളരെയധികം നന്നായി ശോഭിക്കണം. ഇത്തവണ രാജസ്ഥാൻ റോയൽസിനെ കപ്പിലെത്തിക്കുന്നതിന് വേണ്ടി സഞ്ജു സാംസൺ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റന് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനെ വളരെയധികം പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇതിനോടകം നായകനായി IPL മികവ് കാട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് സഞ്ജുവിന് വളരാൻ സാധിച്ചില്ല. എന്നാൽ അതിനുള്ള അവസരമാണ് മുന്നിലുള്ളതെന്ന് പറയേണ്ടി വരും. നായകൻ എന്ന നിലയിൽ വളരെ പക്വതയോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കും. ഇതിനോടകം പ്രകടനം കൊണ്ട് സഞ്ജു അത് തെളിയിക്കുകയും ചെയ്തു. ഇത്തവണ സഞ്ജു നായകനെ തിരിച്ചെത്തിയ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ട്. സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് ആയിട്ടുമുണ്ട്. ഇത്തവണ രാജസ്ഥാനെ കപ്പിലെത്തിച്ചാൽ സഞ്ജുവിന് ലഭിക്കുന്ന പിന്തുണ ഉയരുമെന്നുള്ളതും ഉറപ്പാണ്. രാജസ്ഥാനെ കപ്പിലെത്തിച്ചാൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ്. T20 ലോകകപ്പിൽ സൂര്യകുമാർ യാദവ് ആകും നായകനാകുമെന്നുള്ളത് ഉറപ്പാണ്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മൻ ഗില്ലും ശ്രേയസ് അയ്യരും ഹാർദിക് പാണ്ഡ്യയും എല്ലാം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഗംഭീറിന് മാനസികമായി കൂടുതൽ അടുപ്പം സഞ്ജുവിനോടാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനെ കപ്പിലെത്തിക്കാനായാൽ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വളർത്താൻ ഗംഭീർ പിന്തുണയ്ക്കാനാകും സാധ്യത കൂടുതൽ. രാജസ്ഥാൻ റോയൽസിനെ കപ്പടിപ്പിക്കുക എന്നത് സഞ്ജു സാംസണെ സംബന്ധിച്ച് ഇത്തവണ വലിയ വെല്ലുവിളിയാണ്. പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കാൻ രാജസ്ഥാന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ടീമിന് വലിയ ആത്മവിശ്വാസം അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ തുടർ ജയങ്ങൾ നേടുന്നത് രാജസ്ഥാന് എളുപ്പമാകില്ല. നായകൻ എന്ന നിലയിൽ മികവ് കാട്ടുന്നതോടൊപ്പം ബാറ്റ്സ്മാൻ എന്ന നിലയിലും സഞ്ജുവിന് തിളങ്ങേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിലെ T20 ഓപ്പണർ സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെക്കുന്നത്. സഞ്ജുവിന്റെ മുഖ്യ എതിരാളികളായ അഭിഷേക് ശർമ്മയും SSC ജയ്സ്വാളും ഋഷഭ് പന്തും എല്ലാം IPL നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനത്ത് വലിയ ഭീഷണികളില്ല എന്ന് തന്നെ പറയാം. ഇത്തവണത്തെ മികച്ച തുടക്കം വരുന്ന മത്സരങ്ങളിലും നിലനിർത്താൻ സഞ്ജുവിനാകുമോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം.